കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3-4 റിപ്പീറ്റായി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സാർമാരെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് വേണം, ഞങ്ങളുടെ ഭവനത്തിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സാർമാരെല്ലാവരും വന്നു. UK എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, അവർ UK സെറ്റിലാ. ഇവിടെ വർഷത്തിൽ 2-3 മാസം നാട്ടിൽ വന്ന് താമസിക്കും. അങ്ങനെ ആചാര്യോട് പറഞ്ഞു മോനെ നീ വിളിച്ചോണ്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സാർമാരെല്ലാം കൂടെ അവിടെ ചെല്ലാൻ അവിടെ പോയി. അവരുടെ ഭവനത്തിലോട്ട് ഞങ്ങൾ 2 കാറയിലാണ് ചെന്ന് അവിടെ ഇറങ്ങി. ഞാൻ ആദ്യം വീട്ടിനകത്തോട്ട് കയറുകയും അമ്മാമ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ എന്തോ മനുഷ്യ പറഞ്ഞ സണ്ണിയോടെ സണ്ണി 2 വണ്ടി നിറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു, എന്തോ എന്ന് ചോദിച്ചാൽ ചൂടാകുന്നവർ അകത്ത് നിന്നിട്ട്. ഞാനത് കേട്ടപ്പം തന്നെ എന്റെ എല്ലാ ഇതും പോയി. ദൈവമേ നാണക്കേടാവോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എല്ലാവരും അകത്ത് കേട്ടി. ഞാൻ പിന്നെ അച്ചായനോട് തമാശയൊക്കെ പറഞ്ഞു. അച്ചായൻ ഓക്കെ ആയി. അമ്മാമ അങ്ങ് മാറി നിൽക്കുകയാണ്. ഞാൻ സാറുമാരെ എല്ലാം പരിചയപ്പെടുത്തി. സുമേഷ് സാറെ, സുനിൽ സാറെ, സന്തോഷ് എല്ലാവരെയും പരിചയപ്പെടുത്തി. സുനിൽ സാറ് ക്ലാസ് തുടങ്ങി. ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക, ദൈവമേ നാണം കെടുത്തായിരുന്നാ മതിയായിരുന്നു ഈ അമ്മാമ എന്ന് പറഞ്ഞ്. നമുക്ക് നാണം കെടുത്താലും കുഴപ്പമില്ല, സാറുമാർ കൂടെ ഉണ്ടല്ലോ. ഇങ്ങനെ കണ്ണടച്ച് ഞാൻ ഇന്ന് കേൾക്കുക പറയുന്നതെല്ലാം. ഞാൻ ഇടയ്ക്ക് കണ്ണ് തുറന്നപ്പം അമ്മാമ ആദ്യം അടുക്കളയുടെ ബാധിക്കലാ നിന്ന്. ആ അമ്മാമ നാട്ടാ നമ്മുടെ ഫ്രണ്ടിൽ കസറ ഇട്ടിട്ട് സാറിന്റെ മുഖത്തോട് നോക്കി ഇങ്ങനെ കൈയും കൊടുത്തിരിക്കുന്നു. അപ്പൊ അവന്റെ ആദ്യത്തെ ലഡു മനസ്സിൽ പൊട്ടി. ദൈവമേ വല്ലതും നടക്കുക, കുഴപ്പമില്ല, നാണം കിടത്തത്തില്ല അമ്മാമ എന്താണേലും വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ, വെള്ളം, ചായ മാങ്ങ കൂടി കൊടുക്കും പിള്ളേർക്ക്, ഏതായതാന്ന് പറഞ്ഞ അമ്മാമ ഫുൾ ഹാപ്പിയായ അമ്മാമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പോരാൻ നേരത്തെ ഒരു 30,000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തു. പക്ഷെ അതിലേറ്റവും എനിക്ക് ആ പ്രൊഡക്റ്റ് എടുത്തതിനെക്കാട്ടുള്ള ഇറങ്ങി കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, മോനേടാ ഇത് അനുഗ്രഹമുള്ള മക്കളാണ് ഈ കൊണ്ടുവന്നത്, ദൈവാനുഗ്രഹമൊക്കെ പിള്ളേർ ഇവരെല്ലാവരും, നീ അവർ കൂടെ നടന്നോളാൻ പറഞ്ഞു. അതെനിക്ക് വലിയൊരു പോസിറ്റീവായിരുന്നു. അച്ഛൻ ഒരു പ്രവചനപരമൊക്കെ ഉള്ള ഒരു അച്ഛനാ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു അച്ഛനാ. അച്ഛൻ ഇവരെ കണ്ടോണ്ടേ പക്ഷേ ഇവർ അനുഗ്രഹമുള്ള മക്കളാടാന്ന് പറഞ്ഞതിനോട് അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അച്ഛൻ ഇപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എനിക്ക് എന്താ ഇത് കവഞ്ഞ പ്രാവശ്യം തരാൻ ഞാൻ എന്താ ന്യൂട്രി ലൈഫ് എന്താ തരാഞ്ഞത്? ഞാൻ വെച്ചാൽ ഞങ്ങൾ അച്ഛൻ എടുക്കുമെന്ന് പറഞ്ഞു, ആവശ്യമില്ലാത്തൊന്നും തരത്തില്ല. അവരത് നോക്കി അച്ഛന്റെ ശരീരത്തിന് എന്ത് ആവശ്യമുള്ള അതേ തരത്തുള്ളൂ, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒന്നും മാറി തരത്തില്ലെന്ന് പറഞ്ഞു. അല്ല ഈ പ്രാവശ്യം ഒരു മണിക്ക് തരണം. അല്ല ഓഗസ്റ്റ് വന്ന അവിടെ ഞങ്ങൾക്ക് മീറ്റിംഗ് വേണം, ആ മക്കളെ കൊണ്ടുവരണം, ഞങ്ങൾക്ക് അത് വേണമെന്ന് ഒറ്റ കാര്യം അച്ഛന് പറയാനുള്ളൂ. പക്ഷെ അത്രയ്ക്ക് അച്ഛൻ ഇൻവെസ്റ്റനായി. അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു എനിക്ക് ആ മുന്നോട്ടുള്ള പോക്കിന്. അങ്ങനെ അച്ഛൻ ആ പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞ് ഒത്തിരി ഞങ്ങളുടെ ഇവിടെ ഒരു അടുത്ത വീട്ടിൽ ഒരു ആനിമാമ ഉണ്ടായിരുന്നു. ഒരു സുമോസ് സാർ ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വന്നപ്പോൾ ഞാൻ സാറിന് സാറേ നമുക്ക് അങ്ങനെ വീട്ടിലൊന്ന് പോവാം, സംസാരിക്കാൻ. സുമോസ് സാർ ഞാനും ജസ്ലിയും കൂടെ പോയി. അമ്മാമയോട് പറഞ്ഞു, മോനെ കാലിൽ ഭയങ്കര വേദന, എനിക്ക് പള്ളിയിൽ പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് എവിടെ കിട്ടുന്നത്, ഞാൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കിട്ടത്തില്ല, ഇങ്ങനെ ആൾക്കാർ വന്ന് സംസാരിച്ചു അങ്ങനെ കിട്ടത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ പുള്ളി സംസാരിച്ചു. ഈ ചാമ്പ്യൻ തൈലവും ഉള്ള ഇത് കൊടുത്തു, അവർ കാലെ തേച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ അമ്മയെ കണ്ട, അമ്മ എങ്ങനെയുണ്ട് മോനെ, ഒത്തിരി പേർക്ക് സ്റ്റെപ്പൊക്കെ ഇപ്പം കയറാൻ പറ്റും. അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എത്രയോ ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്ത് തന്നെ എത്രയോ പ്രായമുള്ളവര് പലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട്, അവരിലേക്ക് ഇറങ്ങണം, അവർക്കൊക്കെ ഇത് കൊടുക്കണം. കാരണം നമുക്ക് പൈസയല്ല, അവരൊക്കെ സന്തോഷം. ഇങ്ങനെ വാക്ക് കേൾക്കുന്ന തന്നെ വലിയ സന്തോഷമല്ലേ എനിക്ക്. നമ്മൾ കൊടുത്ത ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എന്റെ വേദന മാറി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല അനുഗ്രഹമല്ലേ നമുക്ക് കിട്ടുന്നത്. ആ സന്തോഷം അത് ഈ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ അമ്മാക്ക് ഒത്തിരി മാറ്റം വന്നു. അമ്മാമ പറഞ്ഞു ഇപ്പം പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, സന്തോഷമല്ല. അതുപോലെ ഒത്തിരി അത് കേട്ട് കണ്ട് വേറൊരു അമ്മാമ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ സുമേഷ് സാറും സുനീഷ് സാറും സന്തോഷ് സാറും കൂടെ രാത്രിയില്ല വീട്ടിൽ പോയിട്ട് അമ്മാമയെ കണ്ടു. 80 വയസ്സെങ്കിലും ഉണ്ട്. അമ്മാമയ്ക്ക് ഈ ചാമ്പിത്തൈലം കൊടുത്ത് കാലിൽ രണ്ടാമത് എന്നോട് മരുന്ന് വാങ്ങിച്ചു കഴിച്ചു. കാരണം ഒത്തിരി ഒരു കാലിന്റെ വേദന ഫുള്ളായിട്ട് മാറി എന്ന് പറഞ്ഞു. ഒത്തിരി നമ്മൾ കൊടുക്കുന്നിടത്ത് ദൈവാനുഗ്രഹം അറിയത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആരും ഇതുവരെ ഒരു നെഗറ്റീവ് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് കഴിച്ചിട്ട് എനിക്കത് സംഭവിച്ചല്ലേ, പൈസ എന്റെ പോയി. ഒത്തിരി രണ്ടാമത് റിപ്പീറ്റ് ചോദിക്കുന്നല്ലാതെ ആരും ഒരു ദോഷമായിട്ട് ഇന്ന് ഈ 3 മാസത്തിനുള്ളിൽ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് എന്റെ മോടെ സീനിയറായിട്ട് പഠിച്ച ഡോക്ടറെ ട്രിവാൻഡ്രത്തുണ്ട്. പുള്ളിക്ക് HbA1c 9 ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പം പുള്ളി 1 മാസത്തേക്കുള്ള ഡയബാലൈഫും അടിച്ചു, പിന്നെ വെൽസാട്ടെ, നോവേദന ക്യാപ്സ്യൂള്, നേർവ് എനർജി അങ്ങനെയുള്ള മരുന്ന് കഴിച്ച് പുള്ളി 1 മാസം കഴിച്ചു കഴിഞ്ഞിട്ട് 2ാമത്തെ മാസം വാങ്ങിച്ചോണ്ട് പോയി. ഡോക്ടറെ ചെക്ക് ചെയ്ത് പുള്ളി പുള്ളി ചെക്ക് ചെയ്തപ്പോൾ ആ ഡോക്ടർ പുള്ളിയോട് പറഞ്ഞു, ഇനി മെഡിക്കൽ ഒന്നും കഴിക്കണ്ടെന്ന്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട, നിർത്തിക്കോ, നിങ്ങൾ ഒത്തിരി കുറവുണ്ടെന്ന്. അപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങളോട് പറഞ്ഞ വലിയ അനുഗ്രഹമായിരുന്നു അത് കാര്യങ്ങളൊക്കെ. ഞാൻ ഒത്തിരി പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ ഒരു കസിനെ
വേരിക്കോസിന്റെ അസുഖമായിരുന്നു. ഒരു വർഷം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാലെ 2 സോക്സ് ഇട്ടിട്ട് തുണിയെല്ലാം ചുറ്റി കാലെ കെട്ടി അവർ നടന്നു വരുന്നത്. ഞാൻ ജമാൻ എന്ത് പറ്റി കാല ഇങ്ങനെ പറഞ്ഞു മോനെ വേരിക്കോസിന്റെ വിഷയമാണ്, ഭയങ്കര വേദനയാന്ന് പറഞ്ഞു, ഒത്തിരി സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതിനെന്ത് നമുക്ക് അതിനുള്ള മെഡിസിൻ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഉണ്ടല്ലോ, അത് മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. അന്ന് തന്നെ അവർ അതെല്ലാം സാറിനോട് ഡിസ്കസ് ചെയ്യും. സാറ് പറഞ്ഞു, സുനിൽ സാർ പറഞ്ഞു ഡെയിലി ഡീറ്റോക്സും ബ്ലഡ് പ്യൂരിഫയറും ചാമ്പി തൈലം ബെൽഹാർട്ട് നെയർ എനർജി അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷ് സാറും എല്ലാം സംസാരിച്ച് ഞങ്ങൾ അത് കൊടുത്തു. കഴിഞ്ഞ മാസം ഞാൻ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു പരിപൂർണമായിട്ട് മാറി, ഒത്തിരി മാറ്റമുണ്ട്. വേദന അവർക്ക് മറ്റേ കാലിങ്ങനെ പൊക്കി വെച്ചാൽ കടന്നുകൊണ്ടിരുന്ന അച്ഛൻ പറയുമായിരുന്നു, ഒരു കാലം മേപ്പോട്ട് പൊക്കി വെച്ചാൽ കടന്നുകൊണ്ടിരുന്നത് രാത്രിയില്. അപ്പൊ അതെല്ലാം മാറി നല്ലതായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, വേദനയും കുറവുണ്ട്. രണ്ടാമത് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ സോക്സും ഇല്ല, ആ തുണി ചുറ്റുന്ന അതും ഇല്ല, ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഒത്തിരി അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണല്ലോ ഇത് കൊടുക്കും. നമ്മൾ പ്രാർത്ഥിച്ചാണ് ഇത് കൊടുക്കുന്നെങ്കിൽ തന്നെ അത് അവർക്കൊരു അനുഗ്രഹമായിരുന്നു. അവർക്ക് നഷ്ടം ആരും പറഞ്ഞിട്ടില്ല, നിങ്ങളെ ഇത് കഴിച്ചു ഞങ്ങൾക്ക് പറ്റിയില്ല, അല്ലെ അങ്ങനെ ദോഷം സംഭവിച്ചെന്ന് ആരും ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു അനുഗ്രഹം. പിന്നെ എന്റെ സിസ്റ്റർ ബോംബെയിലുള്ള എന്റെ ഒരു ഭവനത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബോംബെയിലുള്ള ഒത്തിരി കസിൻസ് ഒക്കെ ബോംബെയിൽ നാട്ടിൽ വന്നു. എന്നാൽ ഞാൻ സാറുമാരെ എല്ലാം വിളിച്ചു, സന്തോഷ് സാറേ, സുനിൽ സാറേ, സുമോ സാർ എല്ലാരെയും വിളിച്ചു. എല്ലാരും വന്നു, അവരായിട്ടെല്ലാം സംസാരിച്ചു. അവരെല്ലാരും പ്രൊഡക്റ്റ് കൊണ്ടുപോയി. അവരെല്ലാവർക്കും പെങ്ങക്കാരനെങ്കിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു, അതൊക്കെ ഒത്തിരി മാറ്റം വന്നു. പുള്ളി തന്നെ ബോംബെ പിന്നെ പലരോടും പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ 2-3 പേർക്ക് ഇവിടുന്ന് പാഴ്സൽ അയച്ചു കൊടുത്തു. ഒരു ആന്റിക്ക്, മറിയാമ്മ ആന്റി, സുമസാറിന് അറിയാം, ആന്റിയെ വിളിച്ച് സംസാരിക്കാറുണ്ട് എപ്പോഴും. ആന്റി ഇന്നലെ എന്നെ വിളിച്ചു നിങ്ങളുടെ ഇനി വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഇങ്ങോട്ട് ചോദിക്കുക, എനിക്ക് കഴിക്കാൻ പറ്റിയേ. ഞാൻ പല പ്രൊഡക്റ്റ് ഉണ്ട്, ഞങ്ങൾ ഓരോ അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ഒത്തിരി ഞങ്ങളെ ഒത്തിരി എന്റെ കുഞ്ഞുങ്ങൾ 2 പേര്, ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ തിരുവനന്തപുരത്തുമാണ്. അവർക്ക് ആഹാരമൊന്നും സമയത്ത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും ക്ഷീണമാണ്. അവർക്കും ഞങ്ങൾ കവചപ്രാസം 2 പേർക്കും കൊടുത്തു. അവർക്ക് ക്ഷീണമൊക്കെ മാറി. അവർ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഇതൊരു സ്പൂൺ കഴിച്ചോണ്ട് അങ്ങ് പോവാന്ന് പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവർക്കും കൊടുത്തു, അവരും കണ്ടിന്യൂ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഞങ്ങൾ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞ ഇതായിട്ടുണ്ട്. പിന്നെ ലിസിക്ക് ലിസി എന്ന ഒരു കസിൻ ഉണ്ടായിരുന്നു ബോംബെയില്. നടുവേദന പുള്ളിക്ക്, നമ്മുടെ സുജയാന്റെ പറഞ്ഞ പോലെ നടുവേദന, എപ്പോഴും നടുവേദനയായിരുന്നു പുള്ളിക്കാത്തേക്ക്. പുള്ളിക്കും സാറായിട്ട് സംസാരിച്ച് സാറ് പറഞ്ഞ മെഡിസിൻ ഈ പ്രൊഡക്റ്റൊക്കെ അവർക്ക് കൊടുത്തു. അവർക്ക് ഒത്തിരി മാറ്റമുണ്ട്. അവരെ വിളിച്ച് സാറിനോട് സംസാരിച്ചെന്ന് തോന്നുന്നു, സുമേഷ് സാറിനോട്, സുനീഷ് സാറിനോട്, എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരുടെ അമ്മ ഇപ്പം കോഴിക്കോടുണ്ട്, വയ്യാതെ കിടക്കുകയാണ്. അമ്മയ്ക്ക് പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് എടുത്തു കൊടുക്കാൻ അവിടെ ആരും ഇല്ല. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. അടുത്ത ആഴ്ച ലിസി നാട്ടിൽ വരുന്നുണ്ട്. അന്നേരം ഞാൻ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയോട് 1 മാസം നിന്ന് ഞാനത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഉള്ളത്. മോൾ എന്ത് ചെയ്യാണെന്ന് പറയാമോ? എന്റെ മോള് ഡോക്ടറാണ്. അവള് തിരുവനന്തപുരം ഇപ്പം അവള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൗസ് സർജനായിട്ട് തിരുവനന്തപുരത്താണ്. ഇപ്പം 6 മാസം കഴിഞ്ഞു, ഇനി 6 മാസം കൂടെ ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ആ റിസോർട്ട് അവിടെ സീനിയർ ഡോക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമാണ്. കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാല് ഞാൻ ഗോവ ട്രിപ്പ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും, ഞാൻ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സന്തോഷം. കാരണം ഇത്ര എനിക്ക് പ്രത്യേകം നമ്മുടെ എബ്രഹാം സാറിനോട് പറയാനുണ്ട്. എബ്രഹാം സാറിനെ ഇത്ര സഹോദര തുല്യമായ മനുഷ്യൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, രാവിലെ എണീക്കുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ നമ്മളെ ഒന്നിച്ച് അവിടെ കിടക്കുമ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കി തരികയും, ഇത്ര ആത്മാർത്ഥമുള്ള ഈ ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, നിങ്ങൾ ഈ സാറുമാരെ പോലും. കാരണം നമ്മളെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഈ പോസിറ്റീവ് എനർജിയാണ്. ഇത് ഇറങ്ങണം, ഇത് ബിസിനസ് ചെയ്യണം, അത് വലിയ നിങ്ങൾക്ക് കിട്ടിയ ദൈവം ഒരു അനുഗ്രഹമാണ്, ഞാൻ സമ്മതിക്കുന്നു. ശ്വാസമുട്ടൽ എന്റെ ജ്യേഷ്ഠന്റെ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ വർഷങ്ങളായിട്ട് ശ്വാസമുട്ടലിന്റെ അനുഭവമായിരുന്നു. ഈ കല്യാണത്തിന് വന്ന് പുള്ളി കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ ചേട്ടൻ എന്നെ ഇവിടെ പറഞ്ഞു, നേരം സുശീൽ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, അത് കഴിക്കാം. അവർ പറഞ്ഞു എന്തെങ്കിലും ഞങ്ങൾക്ക് കല്യാണത്തിന് വരണം, കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുള്ളിക്കാരിക്ക് അതിന്റെ പ്രൊഡക്റ്റ് ആയുഷ്വാസും കവചപ്രാസവും എല്ലാം കൊടുത്തു. പുള്ളിയെല്ലാം മിടുക്കിയായിട്ട് കല്യാണത്തിന് വന്നു. പുള്ളിയാണ് ഞങ്ങളെല്ലാം ഡ്രഗ്സ് ഒക്കെ വെച്ചത്. പുള്ളി ബ്യൂട്ടീഷ്യൻ ആയിരുന്നു. ആ പുള്ളി അത്രയും ആക്റ്റീവായിട്ട് പുള്ളി കാര്യങ്ങൾ നടത്തി. പുള്ളി ചേട്ടൻ പറയുകയും ചെയ്തതായി അത് കഴിച്ചതിന് ഒത്തിരി വ്യത്യാസമുണ്ട്, എത്രയെല്ലാം കാര്യങ്ങൾ കഴിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. അപ്പൊ 1 മാസമായിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത്ര നല്ല റിസൾട്ട് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളൂ സാറേ, ആദ്യമായിട്ട് എന്നെ ക്ഷണിച്ചതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും സന്തോഷ് സാറേ, സുനിൽ സാറേ, സുമോദ് സാറേ, രഞ്ജിത് സാറേ, സിന്ധു മേഡത്തിനൊക്കെ ഒത്തിരി താങ്ക്സ്. എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ബിസിനസ്സിലേക്ക് എന്നെ കൊണ്ടുവരാൻ നിങ്ങളെ ഒറ്റ ആൾക്കാരാണ് കാര്യം.
സുജാ മേഡമാണ് ഞങ്ങളെ നിങ്ങൾ പരിചയപ്പെടുത്തിയത്. ജീവിതത്തിലേക്ക് നാട്ടിൽ വന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഇങ്ങനൊരു ടീമിനെ കിട്ടിയതിൽ വലിയ സന്തോഷമാണ് എനിക്ക്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ആത്മാർത്ഥം സംസാരിക്കാനും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സന്തോഷ് സാറാണെങ്കിലും എപ്പോഴും വിളിക്കും, ചോദിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. എല്ലാവർക്കും വലിയ താങ്ക്സ്. ഓക്കെ, താങ്ക് യു സാറേ. എന്തായാലും വളരെ അടിപൊളിയായിട്ട് ആദ്യമായിട്ടാണ് സാറ് ഈ ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിച്ച പ്രോഡക്റ്റും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്തായാലും സണ്ണി സാറിന് എല്ലാവിധ ആശംസയും സിസരി മാഡത്തിനും ഈ അവസരത്തിൽ നേർന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ, ഒരുപാട് പുണ്യപ്രവർത്തനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സണ്ണി സാറേ, താങ്ക് യു സോ മച്ച്.